ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ. അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതേപോലെ ബാക്ക് ഷോക്ക് അബ്സർ വർക്കിംഗ് ഒരു കംഫർട്ടായിട്ടുള്ള വർക്കിംഗ് അല്ല, കാരണം ഷോക്ക് അബ്സർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അതേപോലെ തന്നെ ബാറ്ററി ടെസ്റ്റ്, എഞ്ചിൻ ഓയിൽ, ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈനർ ഹോണ്ടയുടെ കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനറാണ് കിടക്കുന്നത്. ലൈനർ പീസ് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ടായിരുന്നു, തന്നെയല്ല ചെയിൻ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ചെയിൻ ലൂബും കൂടി കൂട്ടത്തിൽ ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ആ ചെയിൻ ലൂബ് ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ഷോക്ക് അബ്സറിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. ഷോക്ക് അബ്സറിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളായിട്ട് തോന്നണമൊന്നുമില്ല. നമുക്ക് ഈ അടിയിൽ വന്നത് ഈ ബുഷുണ്ടോ, ഈ അടിയിലത്തെ ബുഷ് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ട്, അതായത് നല്ലോണം ഓവലായി പോയേക്കാം. ഐറ്റം ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഹൈഡ്രോളിക് പ്രസ്സിലാണ് കയറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി നമ്മളിപ്പോൾ വർക്ക് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. ബുക്കിംഗ് അനുസരിച്ചിട്ടാണ് വണ്ടി കയറണേ. അപ്പോൾ നമ്മുടെ ടൈം ഇപ്പോൾ കയറി വന്നപ്പോഴത്തേക്കും ലേറ്റായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഓൾറെഡി അവർ ലേറ്റിൽ ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യൽ നടക്കില്ല. ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കണുണ്ട്. എയർ ഫിൽറ്റർ ഹോണ്ടയുടെ കമ്പനി ലൈനർ, ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണേ. അത്യാവശ്യം നമുക്ക് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് ബാറ്ററിയാണ്, 5 ആംപിയറിൻ്റെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.77 വരെ വന്നിട്ടുണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്, 5 ആംപിയറുള്ള 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ വോൾട്ട് കറക്റ്റ് മാച്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നിലവിൽ നമുക്കതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കാം. ഓൾറെഡി ഡാമേജ് ആയ ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ. പക്ഷേ എന്നാൽ പോലും സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാം. കാരണം ഓൾറെഡി ബാറ്ററി ഇപ്പോൾ ഡെഡ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ സെൽഫ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ബാറ്ററി വേറെ ഒന്നും ചെയ്യുന്നും വേണ്ട, പരമാവധി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ പ്രതീക്ഷിക്കുക ഇന്നതാണ് കേസ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും പറഞ്ഞൊരു ഇൻഡിക്കേഷൻ മാർക്കാണ് ഈ കാണുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് എത്തിയിട്ടുണ്ട്. അടുത്ത സർവീസ് വരെ മിക്കവാറും കിടക്കാൻ സാധ്യതയില്ല. മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ്. അതല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കയറ്റിയിട്ട് വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒന്ന് കയറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ ലൈൻ ഏതെങ്കിലും മാഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ കൈയോടെ നമുക്ക് മാറ്റി കളയേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഡിസ്ക് പ്ലേറ്റുമേക്ക് കയറി പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ കറക്റ്റ് ആ ലെവലായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് നമുക്ക് നല്ല ടൈറ്റാണ്. കാരണം ഞാൻ അഴിഞ്ഞു പോകാനില്ല, നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ബലം പിടിച്ച് അഴിച്ച് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഓവർ ഹീറ്റിങ് വന്ന ഭാഗമാണ്. ഇടയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് അഴിച്ച് സർവീസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പ്ലഗ് അഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും പ്രശ്നം കാണിക്കണം. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും ടൈമിങ്ങിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. എന്തായാലും തൽക്കാലം ഇപ്പോൾ നമുക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗ് മാറേണ്ട സമയത്ത് അഴിക്കാം. അപ്പോൾ ഒടിയാണെങ്കിൽ തന്നെ നമുക്ക് അതൊന്ന് വെൽഡ് ചെയ്ത് അഴിച്ചെടുക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ അഴിച്ച ഒരു വർഷം ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. വെൽഡിങ് വർക്ക്ഷോപ്പിലേക്ക് കൂടിയിട്ട് അഴിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ നിലവിലിപ്പോൾ ബാക്കിയത്തെ ഒരു അപ്രോക്സിമേറ്റ് ഒരു വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഈ ഷോക്ക് അബ്സറിൻ്റെ ഈ ബുഷിൻ്റെ കേസ് ഉണ്ടല്ലോ, അതൊന്ന് അടിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അത് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഇന്ന് തരൽ നടക്കില്ല. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അത് അടിച്ച് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ബാക്കിയത്തെ വന്നൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ഓക്കെ. അതേപോലെ ഈ ആക്സിലേറ്ററിൻ്റെ ഈ സൈഡിൽ ഇത് കട്ടായിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇത്ര അഴിച്ച് നിർത്തിയാലാണ് ആ കേബിൾ മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ് കേട്ടോ. അവിടെ പൊട്ടിയിട്ട് ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റിയാണ് വെച്ചേക്കണേ. കൈയോടെ മാറ്റി കളയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ.